ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എല്ലാ മാസവും അതാത് മാസം നട്ടുപിടിപ്പിക്കേണ്ട പച്ചക്കറികൾ ഏതൊക്കെയാണെന്നും നട്ടുപിടിപ്പിച്ചാൽ നന്നായി വളരാത്തത് ഏതാണ്, അല്ലെങ്കിൽ വിളവ് തരാത്തത് ഏതാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. അതിനൊപ്പം ഞാനിവിടെ പല പല ചെടികളും പാകി വയ്ക്കുകയും അതുപോലെ തൈകളെ മാറ്റി നടുകയും ഒക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാറുമുണ്ട്. അപ്പം സ്വാഭാവികമായി നമ്മുടെ മനസ്സിൽ തോന്നാം, ഇതൊക്കെ ഇവിടെ വളരുന്നുണ്ടോ, ഇതിലൊക്കെ വല്ലതും ഉണ്ടാകുമോ, ഇത് പൂക്കുവോ കായ്ക്കുവോ എന്നൊക്കെ അറിയാൻ നമുക്കൊരു സാധാരണ മനുഷ്യൻ്റെ ഒരു ജിജ്ഞാസ ഉണ്ടാകാറുണ്ട്, അറിയാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകാറുണ്ട്. അപ്പം നമുക്ക് ഇന്ന് ഈ തോട്ടത്തിൽ എന്തൊക്കെ ഉണ്ടായി നിൽപ്പുണ്ട്, എന്തൊക്കെ നമുക്ക് വിളവെടുക്കാനുണ്ട്, അതൊക്കെ നമുക്കൊന്ന് കണ്ട് അതൊക്കെ ഒന്ന് പറിച്ചെടുത്ത് വരാം. ഞാനിപ്പം നിൽക്കുന്നത് ടെറസ് തോട്ടത്തിലാണേ. നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? ഞാനിപ്പോൾ നിൽക്കുന്നത് ടെറസ് തോട്ടത്തിലായിരുന്നു എന്ന് തോന്നാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്കൊരു കമൻ്റ് ഇടാൻ മറന്നു പോകരുതേ. ഞാനിവിടെ വളർത്തുന്ന പച്ചക്കറികളെല്ലാം തന്നെ ഇത്തരത്തിൽ നിലവാരമുള്ള വിത്തുകൾ ഉപയോഗിച്ചാണ് പാകി കിളിപ്പിച്ച് തൈകളാക്കി മാറ്റുന്നത്. നിലവാരമുള്ള വിത്തുകൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വീഡിയോയിൽ തരുന്ന വാട്സാപ്പ് നമ്പറിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്കിത് വീട്ടിലെത്തിച്ചു തരാം. അപ്പം നമുക്ക് അത്യാവശ്യമൊക്കെ ഒന്ന് കണ്ട് വിളവെടുക്കാനുണ്ടെങ്കിൽ ഒന്ന് എടുത്തിട്ട് ഓടി വരാം. വാ പോരെ. ഇത് നമ്മുടെ ടെറസിൽ നിൽക്കുന്ന പാവലാണേ. അപ്പോൾ ഞാൻ ചിലതിനൊക്കെ ഒന്ന് കൂടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കായ്ച്ചക്കണിയൊക്കെ വെക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ കൂടിട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ കൂടിട്ട് കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മിസ്റ്റേക്കാണിത്. നമ്മളിത് പാകമാകുന്നത് അറിയാതെ പോകും. നല്ല കിടുക്കാച്ചി പാവയ്ക്ക കേട്ടോ, കയ്പേ ഇല്ലാത്ത നല്ല സൂപ്പർ പാവയ്ക്കയാണ്. ഇത് ആദ്യം ഉണ്ടായ പാവയ്ക്കാണ്, അതുകൊണ്ട് അതിനധികം വലിപ്പം വെക്കാത്തത്. അപ്പോൾ 5-6 പാവയ്ക്കയൊക്കെ ഉണ്ട്. അവിടെ ഇവിടെയൊക്കെ ഞാൻ കെട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ പറ്റുന്ന ഞാൻ കുറച്ച് പാവയ്ക്ക, ഈ തോട്ടത്തിൽ പലയിടത്ത് പാവയ്ക്കുണ്ട്. ചിലപ്പോൾ നമ്മൾ പാകി കിളിപ്പിച്ചതായിരിക്കും. ഇത് ഞാൻ പാകി കിളിപ്പിച്ചതാണ്. അപ്പോൾ അതിലുണ്ടാകുന്ന കായകൾക്കും വ്യത്യാസം കാണും കേട്ടോ. ചിലതൊന്നും പാകി കിളിപ്പിക്കാത്ത, അപ്പോൾ അവർക്ക് കൃത്യമായി മണ്ണ് വളരാൻ കാണത്തില്ല, വളം കിട്ടാൻ കാണത്തില്ല. അപ്പോൾ അവരുടെ കായകൾ ചെറുതായിരിക്കും. പിന്നെ വളർച്ച എത്തിക്കഴിഞ്ഞാൽ അത് കിട്ടുന്ന വിളവ് കുറയും. അപ്പം ഞാനിവിടെ നിൽക്കുന്ന അത്യാവശ്യം പാവയ്ക്കകളെല്ലാം കൂടെ പറിക്കാൻ പോവുകയാണേ. പറിച്ചിട്ട് കാണിക്കാം ബാ. ഇത്രയും പാവയ്ക്കകൾ പറിച്ചെടുത്തിട്ടുണ്ട്. ചിലതൊക്കെ മൂത്ത് പോയിട്ടുണ്ട്. അപ്പം വിത്തെടുക്കാനുണ്ടെങ്കിൽ നമുക്ക് വിത്തെടുക്കാം, അല്ലെങ്കിൽ അത് അരിഞ്ഞുണങ്ങാം, അല്ലെങ്കിൽ പാവയ്ക്ക വറുത്താലും നല്ല സൂപ്പർ ടേസ്റ്റാണ്, പച്ചയിലേ തന്നെ. പിന്നെ ഞാനിപ്പോൾ കാണിക്കുന്നത് എന്നാണെന്നറിയോ, ഇവിടെ നമുക്ക് കുറച്ച് സാലഡ് കുക്കുംബർ ഉണ്ടായിട്ടുണ്ട്, കണ്ടോ, കാണുന്നുണ്ടോ? അപ്പം ഇത് സ്നോ വൈറ്റ് വെറൈറ്റിയാണേ. നല്ല സൂപ്പറായിട്ടുള്ള സാധനമാണ്. എപ്പോഴും ഈ സ്നോ വൈറ്റ് പോലത്തെ സാധനങ്ങൾ ഉണ്ടായാലേ അധികം മൂപ്പെത്താതെ പറിച്ചെടുത്തോണം കേട്ടോ. പിന്നെ ഈ ഷെയ്പ്പിനൊരു വ്യത്യാസം വരുന്നതെന്ന് പറഞ്ഞാൽ അത് ബോറോണിൻ്റെയൊക്കെ കുറവ് കൊണ്ടാണ് ഷെയ്പ്പിന് വ്യത്യാസം വരുന്നത്. അപ്പം നമ്മൾ അങ്ങനെ ഷെയ്പ്പിന് വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് ചെയ്തു കൊടുക്കാം ബോറോണ്. അതല്ലെങ്കിൽ നേരത്തെ തന്നെ ചെടി വളരുന്ന കൂട്ടത്തിൽ ചെയ്തു കൊടുത്താലും നല്ല വിളവ് കിട്ടും, നല്ല ഷെയ്പ്പിലുള്ള കായ്കൾ കിട്ടും. അപ്പോൾ ദേ ഇത് കണ്ടോ. പിന്നെ ദേ ഇവിടെ ഒരെണ്ണമുണ്ട്. ഇനിയുണ്ടോ പറിക്കാൻ? ഓ ദേ ഇത് കിടക്കുന്നു കണ്ടോ. അപ്പോൾ ദേ ഇത്രയും 2, 4, 6 സാലഡ് കുക്കുംബർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ സാലഡ് കുക്കുംബറൊക്കെ കിട്ടാൻ നിങ്ങളും നട്ട് നോക്കണം. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോൾ നമുക്കൊരു പ്രചോദനമാണ്, ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാകുമല്ലോ എല്ലാവരുടെയും തോട്ടത്തിൽ. ഞാനൊരു സാധാരണക്കാരിയാണല്ലോ, അപ്പോൾ എൻ്റെ തോട്ടത്തിൽ ഉണ്ടാകുമെങ്കിൽ നിങ്ങൾക്കും ഉണ്ടാകും. ഞാൻ പിന്നെ ഇവിടെ മണ്ണൊക്കെ എടുത്ത് പൊക്കി ടെറസിലാണല്ലോ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ടെറസിലാണെങ്കിൽ ഗ്രോ ബാഗിനകത്തോ പാത്രങ്ങൾക്കകത്തോ ഒക്കെ നിങ്ങൾക്ക് നട്ടുപിടിപ്പിക്കാം. ഇനി അതല്ല പറമ്പിലാണ് ചെയ്യുന്നതെങ്കിൽ ചെറുതായിട്ട് മണ്ണെടുത്ത് പൊക്കിയിട്ട് അതിനകത്ത് വിത്തുകൾ നേരിട്ട് പാകിയാൽ മതി, അവരവിടെയും ഉണ്ടാകും. പിന്നെ ദേ ഇവിടെ 5-6 കുറ്റിപ്പയറുണ്ടേ. ദേ ഇത് വഴുത്ത് വിളഞ്ഞു പോയി, പക്ഷെ തോരൻ വെക്കുമ്പോൾ ഇത് പൊളിച്ചിട്ടാലേ നല്ല ടേസ്റ്റാണ് ഇതിന്. പിന്നെ അവിടെ 5-6 എണ്ണം ഉണ്ട്. ഒരു ചുവട് കുറ്റിപ്പയറേ ഉള്ളൂ ഇവിടെ. അപ്പോൾ അതിലുള്ളത്രയാണ് ഇവിടെ കാണുന്നത്. പക്ഷെ എത്ര കുറവാണ് എന്ന് പറഞ്ഞാലും എത്ര ചെറുതാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ നിന്ന് വിളവെടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ. പിന്നെ ഈ ചെടികൾ വളർത്തുക എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ആദായം കിട്ടുക എന്നുള്ളത് മാത്രമല്ല, ആദായം കിട്ടുന്നതൊരു ഭയങ്കര നേട്ടമാണ്. അത് കൂടാതെ തന്നെ നമ്മൾ ഇവരെ നട്ടും വളർത്തിയും നോക്കിയും ഒക്കെ നടക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ മനസ്സിൻ്റെ ആരോഗ്യത്തിനും നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും ഒരേപോലെ നല്ലതാണ്. അപ്പോൾ അത് ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് പയറുണ്ട്. എല്ലാം കൂടെ ഞാൻ പറിച്ചെടുക്കുമ്പോൾ നമ്മൾ ഒരുമിച്ച് പറിച്ചെടുക്കുക നല്ലതേ. അപ്പോൾ നമുക്ക് കുറച്ചെണ്ണം ഒരുമിച്ച് കിട്ടുകയും ചെയ്യും, അടുത്ത പ്രാവശ്യത്തേത് നമുക്ക് ഒരുമിച്ച് വിളവെടുക്കാനും പറ്റും. കുറച്ച് പയറുകളേ ഉള്ളൂ കേട്ടോ.
ആ വലിയ വേനൽ വന്നപ്പോൾ നമുക്ക് ഒരു തരത്തിലും ഒപ്പിക്കാൻ പറ്റത്തില്ലായിരുന്നു. കാര്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ ടെറസെ വെള്ളം ഒഴിച്ചു കൊടുത്ത് വളർത്തുന്ന ഒരാളാണല്ലോ, പക്ഷെ എന്നിട്ട് പോലും പറ്റുന്നില്ലായിരുന്നു. കണ്ട, ഈ ഒരൊറ്റ ചൂട് പയറേന്നാണ് നമുക്കിത് ഇത്രയും പയറുകൾ കിട്ടിയിട്ടുണ്ട്. കണ്ടോ? ഇനി ഇത് കൂടാതെ ഇത് നമ്മുടെ വയലറ്റ് പയറാണ്. എല്ലാം വിളഞ്ഞു പോയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ തത്തമ്മ ഒരെണ്ണം പോലും തരാത്ത അവസ്ഥയായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഇവിടുന്ന് എത്തുകയില്ലായിരിക്കും. ഇതൊരു പച്ചപ്പയറാണേ. അങ്ങനെ കുറച്ചെണ്ണങ്ങളൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തോട് നടക്കുന്ന അവസരത്തിൽ കാണുന്നത് നമുക്ക് പറിച്ചെടുക്കാം. പിന്നെ ഈ കുഞ്ഞു മുളക് ചെടിയെ കണ്ടോ, 2-3 മുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഞാനിതങ്ങ് പറിച്ചെടുക്കുവാണേ. പിന്നെ അവരവിടെ നിന്ന് ബാക്കി ഉണ്ടാവട്ടെ. അപ്പോൾ നമ്മൾ കുറച്ച് മുളകൊക്കെ പറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാമേ. ബാ, ഇവിടെ ഒരു കറുത്ത കത്രിക്ക പറിക്കാനുണ്ട്. നിറയെ ഉണ്ടാകുന്നുണ്ട്. ഈ കത്രിക്കയും പാവലും പടവലും ഒക്കെ നമ്മൾ നടുമ്പോഴേ കൃത്യമായിട്ട് കീടനിയന്ത്രണം നടത്തണം. അത് ഈ മഴയൊക്കെയുള്ള സമയത്ത് ജൈവ കീടനിയന്ത്രണമാണ് നമുക്ക് ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളിത് സ്പ്രേ ചെയ്തേച്ച് പോയി കഴിയുമ്പോൾ മഴ പെയ്ത് അതെല്ലാം കഴുകി ഒഴിച്ചു പോകും. ഇത് നമ്മുടെ ടെറസയിലെ തോട്ടമാണ് കേട്ടോ. ഇത് നമ്മുടെ കൊത്തമരയാണേ. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതേന്ന് വിളവെടുക്കുന്നത് ഞാൻ കാണിച്ചു തന്നാണ്. അതിന് ശേഷം ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ മുകളിലോട്ടുണ്ട്, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആരെങ്കിലും കൊത്തമര നട്ട് വളർത്താത്തവരുണ്ടെങ്കിൽ, കൊത്തമര കഴിക്കാൻ ഇഷ്ടമുള്ളവരും കൂടെ ആണെങ്കിൽ ഒരു മടിയും വിചാരിക്കാതെ ഒരു കുറച്ച് കൊത്തമരയുടെ വിത്തുകൾ വാങ്ങിച്ച് പാകി കിളിപ്പിക്കണം. എല്ലാം തന്നെ പാകിയാൽ കിളിക്കുകയും ചെയ്യും. അപ്പം നിങ്ങൾക്ക് കൊത്തമരയുടെ വിത്ത് കിട്ടാനില്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. നമ്മുടെ വിത്തുകൾ തന്നെ പാകി മുളപ്പിച്ചെടുത്തിരിക്കുന്നതാണ് ഈ കാണുന്ന കൊത്തമര കേട്ടോ. ഞാൻ കുറച്ചെണ്ണം പറിച്ചെടുക്കുവാണേ. നമ്മൾ ഒരു കൈക്കകത്ത് പറിച്ചാൽ കൈ നിറച്ചെടുക്കാനുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇത്ര എടുത്തു. ഇത്ര എണ്ണ പറിച്ചിട്ടുള്ളൂ. ആ മേളിലോട്ട് എങ്ങും പോയില്ല. വലയുടെ മേളിലോട്ട് പോയിരിക്കുന്നുണ്ടോ? പിന്നെ വലയുടെ മേളിൽ കിടന്ന് ചാഞ്ഞ് കിടക്കുന്നുണ്ടോ? ചാഞ്ഞ് കിടക്കുക നമുക്ക് സൗകര്യം പറിച്ചെടുക്കാൻ. ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് പറിച്ചെടുത്താൽ മതി. കണ്ടോ? എല്ലാം ഓരോ ഇലയുടെ ചുവട്ടിലും ഇഷ്ടം പോലെയുണ്ട്. ഇത് ഇഷ്ടമുള്ളവരാണിത് നമുക്ക് സാമ്പാറിനകത്തും അവിയലിനകത്തും ഒക്കെ ഇടാം കേട്ടോ. ഇങ്ങനെ അങ്ങോട്ട് പറിച്ച് നിറച്ചങ്ങ് എടുത്താൽ മതി. അപ്പം ഞാൻ നിർത്തുവാണേ. ബാക്കി മുഴുവനും നമുക്ക് പറിക്കാനുള്ളതാണ്. ഈ ഒരു കമ്പേലെ കൊത്തമര കണ്ടോ? എല്ലാ സന്തോഷം നമുക്കിത് കാണുന്നത് അല്ലേ? ഉണ്ടോ? നിറയെ ഈ ഒരു കമ്പേലെ മാത്രം നമ്മൾ പറിച്ചെടുത്താൽ മതി. ഒരു വീട്ടിലേക്ക് ആവശ്യമായ മൊത്തം കൊത്തമരയും കിട്ടാം. കണ്ടോ? നിങ്ങൾക്ക് ഞാൻ സാധനം കാണിച്ചു തരാവേ. ഇത് കണ്ടോ? ഇത് ചൈനീസ് കാബേജ് എന്ന് പറയുന്ന ഒരു ചെടിയാണേ. ഇതിൻ്റെ മൂപ്പുണ്ട്. പുറത്തെ ഇലകളൊക്കെ ഇങ്ങനെ പഴുത്തുണങ്ങാൻ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം ഇതിൻ്റെ വിളവ് തീർന്നു, അല്ലെ വളർച്ച തീർന്നു. അപ്പോൾ നമുക്കിതിനെ അടിയിൽ നിന്ന് ഇങ്ങനെ മുറിച്ചെടുക്കാം. കണ്ടോ? ഇത് നല്ല സാധനം കേട്ടോ. ചിലർ ഇതിന് ലെറ്റ്യൂസ് എന്ന് പറയും, ചിലർ ഇതിന് ചൈനീസ് കാബേജ് എന്ന് പറയും. അങ്ങനെയുള്ളൊരു സാധനം ഇതേ. നമുക്കിത് മുറിച്ച് നോക്കാം. നല്ല ടേസ്റ്റ് ആട്ടോ. നമ്മുടെ സാധാരണ കാബേജിനെ പോലല്ല, അതിനേക്കാളും ടേസ്റ്റ് തോന്നിക്കുന്ന ഒരു സാധനമാണ്. നോക്കട്ടെ ഇതിനകത്ത് ഇലകൾ ഇങ്ങനെ അടിങ്ങി വന്നിട്ടുണ്ടോയെന്ന് കേട്ടോ. ചിലപ്പോൾ ഇപ്പം സീസൺ അല്ലല്ലോ, എന്നാലും ഞാനിങ്ങനെ അങ്ങോട്ട് നട്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് കാബേജ് വളരാൻ വലിയ പാടാണേ. ഇത് കണ്ടോ? സൂപ്പർ സാധനം ഇത്. നല്ല ടേസ്റ്റാണ്, നല്ല മണമാണ്. ഇത് നമുക്ക് സാലഡിനകത്ത് ചേർക്കാം. സാധാരണ കാബേജ് വെക്കുന്നത് പോലെ തോരൻ വെച്ച് കൂട്ടാം. എല്ലാത്തിനും നല്ലതാണ്. ഇത് നമ്മുടെ കാപ്സിക്കമാണേ. കണ്ടോ? അത്യാവശ്യം വളർച്ചയായിട്ടുണ്ട്. പിന്നെ ഞാൻ അങ്ങോട്ട് പറിച്ചെടുത്തു. ഇനി ഇതിൽ 1-2 കാപ്സിക്കം നിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങ് പറിച്ചെടുത്തതാണേ. ഇത് എല്ലാ കാപ്സിക്കവും ഇതേ പച്ചക്കളറായിരിക്കും. പഴുക്കുമ്പോഴാണ് മഞ്ഞയാണെ മഞ്ഞ നിറം വരും, ചുവപ്പാണെ ചുവപ്പ് നിറം വരും, പർപ്പിളാണെ പർപ്പിൾ കളറിലേക്ക് മാറും. അത് പഴുക്കുമ്പോഴാണ്. പച്ചയായിരിക്കുമ്പോൾ എല്ലാ കാപ്സിക്കവും ഇതേ പച്ച നിറമാണ്. ഇത് നമ്മുടെ തക്കാളിയാണേ. തക്കാളി നന്നായിട്ട് വളരുകയും വിളവ് തരികയും ചെയ്യുന്നൊരു സമയമാണിത്. അപ്പം തക്കാളി നട്ടുപിടിപ്പിക്കാത്തവരൊക്കെ നട്ടുപിടിപ്പിച്ചോണം. അവിടെ ഇവിടെ എല്ലാം പൂക്കളും കായ്കളും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. തക്കാളിക്ക് പിന്നെ വളം വളരെ കൂടുതൽ വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ കൂട്ടി ഒരുമിച്ചിട്ട് കൊടുക്കുക എന്നുള്ളതല്ല. ആഴ്ചയിൽ നിർബന്ധമായും വളം ചെയ്ത് കൊടുക്കേണ്ട ഒരു ചെടിയാണ് തക്കാളി. പിന്നെ ഇവിടെ നമുക്കത് 1-2 കത്രിക്കയുണ്ട്. ഇതേ കളറിൽ തന്നെ ഉള്ളതാണ്, പക്ഷേ ഇത് വിളഞ്ഞിട്ടുണ്ട്. അപ്പം വിളഞ്ഞു കഴിയുമ്പോൾ അത് പഴുക്കുന്നതിൻ്റെതായ ഒരു നിറം മാറ്റം ഇതിൽ വരും.
അപ്പോൾ ദേ അവിടെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടാകും കേട്ടോ. ഒരു സാമ്പാർ വെക്കാനൊക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം, സാധാരണ നമ്മളൊരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും സാമ്പാറൊക്കെ വെക്കുന്നവരല്ലേ. അപ്പോൾ അതിനകത്തൊക്കെ പറിച്ച് മുറിച്ചിടാൻ നല്ലതാണ്. ഒരു കീടനാശിനിയും ചേർക്കാത്ത നല്ല സൂപ്പർ സാധനമാണ്. എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും, ഒത്തിരി ഒന്നും വേണമെന്നില്ല, ഒരു 3-4 ടൈപ്പ് പച്ചക്കറികളെങ്കിലും നട്ടുപിടിപ്പിക്കാൻ മടി പിടിക്കാതെ ചെയ്യണം. പിന്നെ ഇവിടെ ഇത് കണ്ടോ, ഇതൊക്കെ നമ്മളിവിടെ കൊടുക്കുന്ന പയറിൻ്റെ വിത്ത് പാകി മുളപ്പിച്ചിരിക്കുന്നതാണ്. കണ്ടോ, നീളം കണ്ടോ, ഇത് പഴുത്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വിത്ത് ഇനി എടുക്കാനേ കൊള്ളത്തുള്ളൂ. പക്ഷേ ഇതേപോലെ നീളം വെക്കുന്ന പയറുകളുടെ വിത്തുകളാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. ആരെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. ഇതൊരു സ്നോ വൈറ്റിൻ്റെ കുക്കുംബറാണേ. അപ്പം ഞാൻ ഇതങ്ങ് പറിച്ചെടുക്കുക. ഈ കഴിഞ്ഞ പ്രാവശ്യവും നമ്മളിത് ഇവിടെ നിന്ന് പറിച്ചിട്ട് തിന്ന് കാണിച്ചതാണേ. സൂപ്പർ സാധനം. പിന്നെ ഇത് ദേ ഒരു പീച്ചില കണ്ടോ. കൂടാതെ ഇവിടെ നല്ല കോവയ്ക്കയുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ പറിച്ചെടുക്കുന്നതിനനുസരിച്ച് കൂടുതൽ നാമ്പുകളും വരും, അതിലെല്ലാം കായ്കളും ഉണ്ടാകും കേട്ടോ. അപ്പം നല്ലൊരു സാധനമാണ് ഇത്. ഞാൻ ഇവിടെ നട്ടിട്ടൊരു 3 മാസത്തിൽ കൂടുതലായിട്ടില്ല, 3-4 മാസമായി കാണും, അത്രയും സമയമായിട്ടുള്ളൂ. ഞാനൊരു പ്രാവശ്യം ഇതുപോലെ തൃശ്ശൂർക്ക് പോയപ്പോൾ അവിടെ ഒരു നേഴ്സറിയിൽ നിന്ന് കണ്ടു കിട്ടിയതാണ്. എനിക്കിവിടെ ഉണ്ടായിരുന്ന കോവലെല്ലാം പോയായിരുന്നു. ഇതൊരു സമയം കഴിയുമ്പോൾ നമ്മൾ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും കോവലൊക്കെ അങ്ങോട്ട് തീർന്നു പോകും. അപ്പം അങ്ങനെ വരുന്ന അവസരത്തിൽ നമ്മൾ വേറെ കമ്പ് എവിടെന്നെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, അല്ലെ നമ്മുടെ ചെടി ഉള്ളപ്പം, ഇപ്പം ഈ ടെറസിലൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അതിന് മാത്രം സ്ഥലം കൊടുക്കാനില്ല. ഇവർക്ക് പല പല പാത്രങ്ങളിലൊന്നും നട്ട് വളർത്താനുള്ള അത്ര ഇടയില്ല. അപ്പം നമ്മൾ ചിലപ്പം ഒരു പ്രാവശ്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ ഇതിന് എന്തെങ്കിലും കേട് വരുമ്പോഴാണ് അതിൻ്റെ അടുത്ത ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പം നമുക്കൊട്ട് കമ്പ് കാണത്തുമില്ല. ഒരു ദിവസത്തെ കറിക്കുള്ള അത്ര കിട്ടിയിട്ടുണ്ട്. ഇത് പീച്ചിലാണ്. ഇതിന് വേണേൽ താഴേക്ക് തൂക്കിയിടുവാണെങ്കിലാണ് നല്ല നീളം വരുന്നത്. അപ്പോൾ ഇത് കണ്ടോ, ഇത് നമ്മൾ പീച്ചിലിൻ്റെ തൈയാണ്. ഇനി ഇതിന് മുകളിലേക്ക് എന്തെങ്കിലും വള്ളി, ഇതുപോലുള്ള വള്ളികൾ ഏതെങ്കിലും കെട്ടിക്കൊടുക്കും. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നൊരു വള്ളി നേരത്തെ കെട്ടിയാൽ ഈ പ്ലാസ്റ്റിക്കേ പെട്ടെന്ന് മഴ നനയുകയും വെയിൽ കൊള്ളുകയും ചെയ്യുമ്പോൾ പൊടിഞ്ഞു പോകും. ഇതുപോലുള്ള കയറ് ഇങ്ങോട്ട് കെട്ടിക്കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതേക്കിടെ കയറ്റി വിട്ടാൽ അവർ പന്തലേ കയറിയിട്ട് പിന്നെ പന്തലേക്കിടെ പടന്നോളും. ഇത് കുറ്റിയമരയാണേ, കണ്ടോ. അതിന് അമരയ്ക്ക ഉണ്ടായി തുടങ്ങിയത് ഇതേപോലെ. ഇത് സൂപ്പർ സാധനമാണ് കേട്ടോ. നല്ല ബീൻസ് വെക്കുന്ന പോലത്തെ ടേസ്റ്റാണ് ഇതിന്. പക്ഷേ ബീൻസിൻ്റെ അത്രയും, ബീൻസ് എല്ലാ സമയത്തും ഒന്നും ഉണ്ടാകാതിരിക്കും, അല്ലെങ്കിൽ നീളം കുറഞ്ഞു പോകും, വളർച്ച കുറഞ്ഞു പോകും എന്നൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇതിനങ്ങനെയില്ല. പക്ഷേ തോരൻ വെച്ച് കഴിഞ്ഞാൽ നല്ല ബീൻസിൻ്റെ അതേ ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ കൊലകളായിട്ട് കയറി വരുമ്പോഴേ ചെറിയൊരു വണ്ട് പോലത്തെ സാധനമുണ്ട്, ഇതിലിരുന്നിട്ട് അതിൻ്റെ പൂവെല്ലാം കുത്തിക്കളയും. അപ്പം നമ്മൾ ഇത് പൂ ഉണ്ടാകുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ച് ബിവേറിയ സ്പ്രേ ചെയ്യുവാണെങ്കിൽ ഒരു കൊലയിലെ കായ്കൾ, പൂക്കൾ മുഴുവനും നമുക്ക് കായ്കളായിട്ട് കിട്ടും. ഇത് മാലാഖ വഴുതനയുടെയാണേ. അപ്പോൾ മാലാഖ വഴുതനയുടെ വിത്തുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ തീർന്നു പോകുന്നതിന് മുന്നേ ചോദിച്ചോ, അപ്പം തന്നെ അയച്ചു തരാം. ഇത് നമ്മുടെ ഒരു തണ്ണിമത്തനാണേ. അപ്പോൾ ഇതിങ്ങനെ മേളിലോട്ട് ഞാൻ കയറ്റി വിട്ടിരിക്കുക. ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട്, കണ്ടോ. ഇങ്ങനെ ഉണ്ടായി പോകുന്നുണ്ട്. അപ്പോൾ തണ്ണിമത്തൻ ഇതേ സമയത്ത് നമുക്ക് നട്ടു വളർത്താം. നല്ല ഇനം തണ്ണിമത്തൻ്റെ വിത്തുകളും നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചോദിച്ചോണേ. ഇതൊരു ചുരക്കാട് ചെറുതാണേ, അത്ര വലുതായില്ല. ആ വേനലിൻ്റെ ചൂടിൽ അവർ വളരാതിരിക്കുമായിരുന്നു. പിന്നെ കണ്ടോ, പുതിയത് പിടിക്കുന്നുണ്ട്, കണ്ടോ. ഇങ്ങനെ ഉണ്ടാകുന്നുണ്ട്. മഴ പെയ്താലേ ഉള്ളൂ. നമ്മൾ എത്ര വെള്ളം കൊടുത്തെന്ന് പറഞ്ഞാലും മഴ പെയ്ത് കിട്ടുന്നത് പോലെയുള്ള ഒരു ഗുണം അവർക്ക് വെള്ളം കൊടുത്താൽ കിട്ടത്തില്ല. ഇവിടെ ഒരു പേരയ്ക്കയുണ്ടേ, ഞാൻ പറിച്ചെടുത്തു. നമുക്കതൊന്ന് മുറിച്ചു നോക്കാം നല്ലതാണോന്ന്. അയ്യോ, കേട് വന്നിട്ടുണ്ട് കണ്ടോ. മഴ വന്നാൽ പിന്നെ ഇതാണ് കേട്. ഇതെന്നാന്നറിയോ, തായ്ലാൻഡ് പിങ്ക. സാധനമൊക്കെ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉള്ളതാണ്, നല്ല മണമുള്ളതാണ്. പക്ഷേ അതേ കേട് വന്നു കണ്ടോ, കളഞ്ഞേക്കാം. 2 ഡൽഹാരി ചാമ്പ ഉണ്ടായതുണ്ട് കണ്ടോ. നല്ല സൂപ്പർ സാധനമാണ്. മധുരമായിട്ടുണ്ടോ എന്ന് നോക്കാം. മഴക്കാലത്ത് പൊതുവേ ചാമ്പയ്ക്കകൾക്ക് മധുരം കുറവാണേ. നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് പറയാം. സൂപ്പറാ. ഇത് കണ്ടോ, കൊലയായിട്ട് ബെയറാപ്പിൾ കണ്ടോ. ഇത് നല്ലതായിട്ട് വിളഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ നോക്കാവേ. എടുക്കാറ്റിയ അവിടെ ഇവിടെയൊക്കെ പറിക്കാറായതുകൊണ്ട് ഇപ്പം എൻ്റെ പൂച്ചക്കുട്ടൻ ടെറസ് രാത്രി കയറുന്ന കാരണം എനിക്കിവിടെ ഈ മരപ്പട്ടിയുടെയും അങ്ങനത്തെ വാവലുകളുടെയും ഒക്കെ ശല്യം വളരെ കുറവാണ്. ഇനി അവൻ്റെ അങ്ങനെ നല്ല ഉറക്കത്തിലൂടെ കയറാൻ പറ്റിയാലുള്ളൂ, എല്ലാം കയറ്റിയതാണ്. ഇത് നമ്മുടെ കൽക്കട്ട സ്വീറ്റ് ഓറഞ്ചാണേ. ഇതുവരെ ചെറിയൊരു മഞ്ഞപ്പം അങ്ങോട്ട് കയറിയിട്ട് പഴുക്കാൻ ഭയങ്കര താമസമാണ്. പഴുത്തിട്ട് വേണം എനിക്ക് പറിച്ചു നോക്കാം മധുരം ഉണ്ടോയെന്ന്. മധുരം ഉണ്ടെങ്കിലേ ഞാനിവിടെ ഈ ടെറസിൽ ഇതിനെ നട്ട് വളർത്തത്തുള്ളൂ. കാരണം ആകെപ്പാടെ ഇച്ചിരി ഇടയല്ലേ ഉള്ളത്. അപ്പോൾ അത് നല്ല ഇനത്തിന് കൊടുക്കുന്നതാണ്
നല്ലത്. ഇത് പിന്നെ നമ്മളന്നാ ബാരി സ്വീറ്റ് നട്ടുപിടിപ്പിച്ചതാണേ. കിളുത്തു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ, പുതിയ പുതിയ ഇലകളൊക്കെ വന്നു തുടങ്ങി. ഞാൻ നിങ്ങളെ ഒരു കാര്യം കാണിച്ചു തരാവേ. ഇത് നമ്മൾ ഇവിടെ വിത്ത് പാകി വെച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പറമ്പിൽ കൃഷി ചെയ്യാൻ പോയില്ലേ, അപ്പം മിച്ചം വന്ന വിത്തിനെ പാകി വെച്ചാൽ ഇത് കണ്ടോ, എല്ലാം തന്നെ ഇതന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞ മത്ത നല്ല ഇനമാണെന്ന് പറഞ്ഞില്ലേ, മത്ത എല്ലാം കിളുത്തിട്ടുണ്ട്. അതുപോലെ ചോളം ആ കൂട്ടത്തിൽ ഞാൻ ഇട്ടിരുന്നു. അവിടെ ഒരു ഇതിനകത്ത് ഞാൻ ചോളം പാകിയിട്ടുണ്ടായിരുന്നു. അപ്പം കീരി കൊണ്ടുപോകുമോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പം കീരി കൊണ്ടുപോയാലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ബാക്കി ഒരു പാക്കറ്റ് ചോളം ഇതുപോലെ പൊട്ടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ചോളം നമ്മൾ ഈ മഴക്കാലത്താണ് നട്ടുപിടിപ്പിക്കാൻ നല്ലത്, എന്നാലേ നല്ല വളർച്ച കിട്ടത്തുള്ളൂ കേട്ടോ. ആർക്കെങ്കിലും ചോളത്തിൻ്റെ വിത്ത് ആവശ്യമുണ്ടെങ്കിൽ ഒരു മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഈ സമയത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നല്ല വിളവും കിട്ടും, ചെടിക്ക് നല്ല വളർച്ചയും കിട്ടും. വെണ്ടയാണേ, ഒരു വെണ്ടയുടെ ചെടിയാണ്. നിങ്ങളിങ്ങോട്ട് നോക്കിക്കേ, കണ്ടോ, ഈ താഴെ മുതൽ ഇവിടം വരെ വെണ്ടക്കായ കണ്ടോ. ഈ സൈസ് വെണ്ടയുടെ വിത്തുകളാണ് ഞാനിവിടെ കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ഒരു വെണ്ടയെന്ന് പറിക്കുന്ന വെണ്ടയ്ക്കാണേ, നോക്കിക്കോണേ. എൻ്റെ കത്രിക ഇപ്പോൾ ഒരു ഉടക്കവന്. ഒരെണ്ണം കൂടെ എന്നാൽ ഇതുകൂടെ പറിച്ചിട്ട് കൈ കൊള്ളാതായി കണ്ടോ. അതുകൊണ്ടാണ് എന്നാൽ കൊട്ടയ്ക്കകത്തിടാന്ന് ഓർത്തുകൊണ്ടാണ് തിരിഞ്ഞത്. കത്രിക ഗുണമില്ല, ഞാൻ കർക്കത്തി എടുക്കാം. ആ കത്രിക ശരിക്കും പറഞ്ഞാൽ മരം വെട്ടാനാണ് നല്ലത്. ഇത് ഇവിടം വരെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. കണ്ടോ, ഒരു വെണ്ടയിലെ വെണ്ടയ്ക്ക് എത്ര എണ്ണം ഉണ്ടെന്ന് കണ്ടോ. ഇതേപോലെ ഈ പാത്രത്തിനകത്ത് 4 or 5 ചോട് വെണ്ടയുള്ളത്. ഈ വെണ്ട നിൽക്കുന്നുണ്ടോ, എല്ലാത്തേലും ഇതേ കണക്കിനാണ് നിൽക്കുന്നത്. അപ്പം ഇതിനകത്ത് അവിടെയും ഇവിടെയും ഒക്കെ ഉണ്ട്. എല്ലാം കൂടെ പറിച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാവേ. ഈ കാണുന്നത്രയും വെണ്ടയ്ക്ക നമുക്ക് ആ ഒരു പെട്ടിക്കകത്തുനിന്ന് കിട്ടിയതാണേ. പിന്നെ അതിൻ്റെ തന്നെ ഒരെണ്ണം മിച്ചം വന്നത് ഇവിടെ നട്ടു എന്നൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതേലും വെണ്ടയ്ക്ക ഉണ്ടാകുന്ന രീതി കണ്ടോ, അതേ രീതിക്ക് തന്നെയാണ് കേട്ടോ. പിന്നെ അവർ ചില്ലകളും ബ്രാഞ്ചുകളും ഉണ്ടായാൽ അതേലും ഉണ്ടാകും. ഇതൊരു ചില്ലയിലുണ്ടായതാണ് കണ്ടോ. അപ്പോൾ ഇതെല്ലാം ഞാനിങ്ങനെ വിളവെടുക്കുവാണ്. ഇങ്ങനെ നിർത്തിക്കഴിഞ്ഞാൽ അവർക്ക് വളർച്ച കുറയും, വിളവ് കുറയും. അതുകൊണ്ട് ഞാനിത് മുഴുവൻ എടുക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇത് മുഴുവൻ നമുക്കിന്ന് ഉപയോഗിക്കാനൊന്നും പറ്റത്തില്ല. ഇത് ഇങ്ങോട്ട് ഇടുവാണേ, ഇഷ്ടം പോലെയുണ്ട്. അപ്പം നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഈ നമ്മൾ ഗ്രോ ബാഗിനകത്തും പാത്രങ്ങൾക്കകത്തുമായിട്ട് ടെറസെ നട്ടുപിടിപ്പിച്ചാലും നമുക്ക് വേണ്ടതിലധികം പച്ചക്കറി. ഇതിപ്പോൾ എനിക്ക് വേണ്ടതിൽ ഒത്തിരി കൂടുതലാണ്. എന്നാലും ഞാൻ ഈ വിളവെടുക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ, ഇത് നമ്മളിങ്ങനെ കൃത്യമായി വിളവെടുത്തില്ലെങ്കിൽ വീണ്ടും ഉണ്ടാകുന്ന വിളവിൻ്റെ അളവ് കുറയുകയും ചെയ്യും, ചെടിയുടെ വളർച്ചയും കുറഞ്ഞു പോകും. അതുകൊണ്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ കണ്ടോ, വഴുതനങ്ങ പിടിച്ചു തുടങ്ങിയത് കണ്ടോ. ഇതേലും ഉണ്ട്, ഇതേലും ഉണ്ട്. ഇത് പച്ച വഴുതനയാണ് രണ്ടും കേട്ടോ, നന്നായിട്ട് വളരുന്നുണ്ട്. ഇതിനിടയ്ക്ക് വെച്ചതൊന്ന് 1-2 എണ്ണം പോയിട്ടുണ്ടായിരുന്നേ. അപ്പം ഞാൻ ചെറിയ തൈകൾ അവിടെ വെച്ച് കൊടുത്ത് അവർ വളർന്ന് കയറി വരുന്നതേ ഉള്ളൂ. പിന്നെ ആ സമയത്ത് തന്നെ കണ്ടോ, ഞാൻ 2 ആനക്കൊമ്പൻ വെണ്ട നട്ടുപിടിപ്പിക്കുന്നത് നിങ്ങളെ കാണിച്ചു തന്നതായിരുന്നു. അപ്പം ഞാൻ പറയുന്നുണ്ടായിരുന്നു, ഈ ഒരു വളം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൂക്കുന്നിടം വരെ വളം കൊടുക്കണ്ടെന്ന് പറഞ്ഞില്ലേ. ഇത് കണ്ടോ, പൂവിട്ട് തുടങ്ങിയിട്ടുണ്ട്, മൊട്ട് വന്നു കഴിഞ്ഞു കേട്ടോ. ഇതേലും കണ്ടോ, ഇതൊരു ചുവപ്പാണ്, ഇതേലും മൊട്ട് വന്നു കഴിഞ്ഞു. പിന്നെ ഈ നിൽക്കുന്ന ചീര കണ്ടോ, ഇനി എനിക്ക് ഇതിനകത്ത് വേറെ സാധനങ്ങൾ നട്ടു വളർത്താനുള്ളതാണേ. അപ്പം ഞാൻ ഈ ചീര, ഇത് ഇവിടെ നിൽക്കുന്ന താഴെ കണ്ടോ, ഇത് വല്ല ഇഷ്ടം പോലെ ചീരകൾ. ഇതൊന്നും നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ തന്നെ നിൽക്കുന്ന ഈ ചെടിയുടെ വിത്തുകൾ വീണ് മണ്ണിളക്കി ഇട്ടാൽ ഉടനെ അവർ വീണ്ടും കിളുത്തു വരും. ഇത് നമ്മൾ നട്ടിട്ടല്ല ശരിക്കും പറഞ്ഞാൽ ഉണ്ടാകുന്നത്. ഇത് കണ്ടോ, ഇതുപോലെ അങ്ങോട്ട് പറിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു തോരനോ പരിപ്പിട്ടിട്ടൊരു കറിയോ അങ്ങനെയൊക്കെ വെക്കാം. തക്കാളി ഇട്ടിട്ട് കറി വെക്കാം, പരിപ്പിട്ടിട്ട് വെക്കാം, മോരൊഴിച്ചിട്ട് വെക്കാം, അങ്ങനെ പല രീതിയിൽ ചീര വെക്കാം കേട്ടോ. ഞാനിതിങ്ങനെ പറിച്ചു കളയുന്നത് എന്തിനാന്ന് കണ്ടോ, എനിക്കിവിടെ വേറെ സാധനം നട്ടുപിടിപ്പിക്കാനുള്ളതുണ്ട് കേട്ടോ. ഞാനിത് ഈ പെട്ടിക്കകത്തെ മണ്ണ് ശരിയാക്കിയിട്ടത് മാത്രമേ ഉള്ളൂ, അവർ തന്നെത്താനെ കിളുത്ത് വന്നതാണ് ഇത്രയും. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം മാറ്റി നട്ട കോളിഫ്ലവറാണ് ഈ നിൽക്കുന്നത് കേട്ടോ. ഉണ്ടായി വരുമോന്നൊന്നും എനിക്കറിയത്തില്ല ഈ സീസണിൽ. നമ്മൾ ഈ പ്രാവശ്യം ഇതൊരു പരീക്ഷണമായിട്ടാണ് ചെയ്യുന്നത്. അകത്തും കണ്ടോ, അതുപോലെ ചീര നട്ടിരിക്കുന്നതല്ല, തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. ഇത് നമ്മളിത് ഇവിടെ ഒരു പപ്പായ നട്ടുപിടിപ്പിക്കുന്നത് നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അവർക്കൊരു ചെറിയ തണലാണ് ചൂട് പിടിക്കുന്നിടം വരെ. മഴ വന്നു കഴിഞ്ഞാൽ അവർ നിന്നോളും. അപ്പം ഞാൻ 1-2 എണ്ണം ഇതിൽ നിന്ന് അങ്ങോട്ട് മുറിച്ചെടുക്കുവാണേ. ഇത് ഈ പെട്ടിയുടെ കണ്ടോ, സൈഡിൽ കൂടെ കയറി വളർന്നിരിക്കുന്നുണ്ടോ. അപ്പോൾ പെട്ടിയെ പൊട്ടിച്ച് കളയും. പക്ഷെ അത് ഇഷ്ടം പോലെ ചീര കിട്ടി കണ്ടോ. ഇത് കണ്ടോ, പേരയ്ക്ക പിടിക്കുന്നുണ്ടോ. ഇത്ര ചെറിയ ചെടിയിലെ തന്നെ പേരയ്ക്ക ഉണ്ടാകും. ആ കമ്പയിലുണ്ട്, ഈ കമ്പയിലുണ്ട്, ഈ കമ്പയിലുണ്ട്, ഈ കമ്പയിലുണ്ട്, എല്ലാം ഉണ്ട്. ഇത് കണ്ടോ, മാതള നാരകം ഉണ്ടായിരിക്കുന്നുണ്ടോ. ഇഷ്ടംപോലെ പിടിക്കുന്നുണ്ട് കേട്ടോ ഇപ്പം ഈ സമയത്ത്. ഇതൊരു ബേബി പടവലമാണേ.
വിളവെടുക്കാറായതാണ്. ഇത് കണ്ടോ, ഇതും അതിൻ്റെ തന്നെ ഇനമാണ്. പലതരത്തിലുള്ള ബേബി പടവലാണെങ്കിൽ തന്നെ പലതരത്തിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 2 എണ്ണം. പിന്നെ ദേ ഇത് കണ്ടോ, കുറച്ചുകൂടെ ചെറുതാ. അതിൻ്റെ മേളിൽ കിടക്കുന്ന കണ്ടോ, അതുകൂടെ കൂട്ടി ഞാൻ പറിക്കാവേ. ഇതും കൂടെ ചേർത്ത്, അയ്യോ എൻ്റെ താഴെ പോയി, എങ്ങോട്ടാടാ പോയേ? ഇത് കണ്ടോ 3 എണ്ണം. ഇത് നമുക്കൊരു തോരൻ വെക്കാൻ ഇത് മതി. പിന്നെ ഇവിടെ പാകമായിട്ട് വേറെ ഒരെണ്ണം കൂടെ കിടപ്പുണ്ട്, അതും കൂടെ ഞാനങ്ങ് പറിച്ചെടുക്കുവാണേ. ഇതാണേ, ഇത് പറിച്ചെടുക്കുക. ഇതിൻ്റെ തന്നെയാണ് ഇത് 1, 2, 3 ഇത് ഇവിടെ ഉണ്ടാകുന്നുണ്ട് കണ്ടോ. ഞാൻ പിന്നെ വേറൊരു സൂത്രം നിങ്ങൾക്ക് കാണിച്ചു തരാവേ. ബാ, ഇത് കണ്ടോ, കൊലകളായിട്ട് ഇങ്ങനെ പൂക്കളുണ്ടായി പോവുകയാണേ. ഇവിടെ ഇപ്പോൾ ഒരു 3 എണ്ണം ഉണ്ട്. ഇതിൻ്റെ പുറകോട്ടൊക്കെ കണ്ടോ. ഇതെന്നാന്നറിയോ, ഇത് ഏതാണ്ട് ഒരു ഇനം മുന്തിരിയാണെന്നും പറഞ്ഞ് ഞാനൊരു നേഴ്സറിയിൽ നിന്ന് മേടിച്ചതാ. ഇത്തരത്തിലുള്ള മുന്തിരി നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിലുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻ്റ് ഇടാൻ മറന്നു പോരുത്. വല്ലതും ഉണ്ടാകുന്നതാണോ, ഉണ്ടായാൽ തിന്നാൻ കൊള്ളാവുന്നതാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കേട്ടോ. അല്ലാത്ത മുന്തിരി ഇവിടെ ഉണ്ട്, അത് അത്ര വേഗത്തിൽ കായ്ക്കത്തില്ല. പക്ഷേ ഇത് വളരെ വേഗത്തിൽ, എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിൽ കൂടുതലായിട്ടില്ല നമ്മളിവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട്, വളരെ വേഗത്തിൽ പൂക്കളുണ്ടായി. കാ പിടിക്കുമോന്നും അറിയത്തില്ല, നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഈ തടിയെ മുഴുവനും പൂവുണ്ടായിരിക്കുവാണേ. ഇതെന്നാന്നറിയാവോ, നെല്ലിപ്പുളി അല്ലെങ്കിൽ ഇനി വേറെ വല്ല പേര് കൊണ്ടുവന്ന് എനിക്ക് അറിയത്തില്ല. നെല്ലിപ്പുളിയുടെ സാധനം ഇങ്ങനെ ഉണ്ടാകുന്നത് കണ്ടോ. നിറച്ചെല്ലാ കമ്പയിലും ഉണ്ട്. അതെല്ലാം കായാകുമോന്നൊന്നും അറിയത്തില്ല, എന്തായാലും പൂവാണ്. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായതാണ്, അപ്പോൾ നമുക്ക് ഈ പ്രാവശ്യം ഉണ്ടാകുമെന്ന് നോക്കാം. ഇത് നമ്മുടെ ഒരു സാലഡ് കുക്കുംബറാണേ. നിങ്ങൾ കണ്ടോ, ഈ മണ്ണിൽ നിന്ന് ഇങ്ങോട്ട് പൊങ്ങി വന്നിട്ട് ദേ ഇവിടം തൊട്ട് പോവാ. ഈ പൂ ഇന്ന് വിരിഞ്ഞാൽ ഞാൻ പോളിനേഷൻ നടത്തി കൊടുത്തതാണ് ഈ 2 എണ്ണം. പിന്നെ ഇങ്ങോട്ട് നോക്കിയാൽ കണ്ടോ, എല്ലാ മുട്ടിനും മൊത്തം കായകളുണ്ട് കണ്ടോ. ഇത് നമ്മളിവിടെ കൊടുക്കുന്ന സാലഡ് കുക്കുംബറിൻ്റെ വിത്തുകൾ തന്നെ പാകി മുളപ്പിച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. വിത്തുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇട്ടാൽ മതി, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. പിന്നെ ഇവിടെ സാലഡ് കുക്കുംബർ തന്നെ പല ഇനത്തിലുള്ളതുണ്ട്. അതിലേതാണെന്ന് എനിക്ക് തോന്നുന്നത് ഡാർക്ക് പച്ചയാന്ന് തോന്നുന്നു. ഇന്ന് നമ്മൾ വിളവെടുത്ത സാധനങ്ങളാണ് ഇതിനകത്ത് കാണുന്നത്. ഇനി ഞാൻ ഓരോ ഐറ്റവും പറയുന്നില്ല, ഓരോന്നും ഞാൻ നിങ്ങളെക്കൂടെ കൂട്ടിക്കൊണ്ട് പോയാണ് നമ്മൾ വിളവെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഏതൊക്കെയാണെന്ന് ഓർത്തോണം. ഇത്രയും സാധനങ്ങളാണ് നമുക്കുള്ളത്. ഈ ഒരു കൊട്ടയ്ക്കകത്ത് ഇത്രയും കിട്ടി. പിന്നെ ഈ ഒരു കൊട്ടയ്ക്കകത്തെന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ചീര കണ്ടോ. ഇതുപോലെ നമുക്ക്, എൻ്റെ കൊട്ട മറിഞ്ഞു പോകുന്നുണ്ട്, നിറയെ സാധനമല്ലേ കണ്ടോ. ചീര കണ്ടോ, ഇതേപോലെ ചീര എപ്പോഴും വിളവെടുക്കാൻ നമുക്ക് ഇതേപോലെ ചീര കാണും. ഞാൻ ആദ്യം വിളവെടുത്തതിൻ്റെ മേളിലോട്ടാണ് ഇത് വെക്കുന്നത്. പിന്നെ നമ്മുടെ കുറച്ച് വെണ്ടയ്ക്ക താഴെ പോയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കൊട്ടയ്ക്കകത്തും നിറച്ച് കണ്ടോ. അപ്പോൾ ഇതേപോലെ നിങ്ങൾ വിളവെടുപ്പ് കാണുമ്പം നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത് എനിക്കും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കണം, എനിക്കും എൻ്റെ ഗ്രോ ബാഗിലോ പാത്രത്തിലോ എങ്കിലും ചട്ടികളിലോ എങ്കിലും നടണം. ആദ്യമേ വിളവെടുക്കുമ്പോൾ തന്നെ നമുക്ക് ഇത്രയും കിട്ടണം എന്നില്ല, ഇതിങ്ങനെ അങ്ങോട്ട് ആയി വന്നോളും. ഈ വിളവെടുപ്പ് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ നിങ്ങളും ഇതുപോലെ ചെയ്യുക, ഇതിലേറെ വിളവെടുക്കുക എന്നുള്ളതിന് വേണ്ടിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എനിക്കൊരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകല്ലേ. ഇതേപോലെ മറ്റൊരു നല്ല വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.